അപ്പോൾ നാളികേര ഉൽപ്പാദനത്തിൽ കേരളത്തെ പിന്തള്ളി കർണാടക, നാളികേര ഉൽപ്പാദനത്തിൽ 2-3 സ്ഥാനങ്ങളിൽ തമിഴ്നാടും കേരളവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നാളികേര ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം കർണാടക, 2-ാം സ്ഥാനം തമിഴ്നാട്, 3-ാം സ്ഥാനം കേരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം. മനസ്സിലായോ? അപ്പോൾ നാളികേര ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം ഏത് സ്റ്റേറ്റാണ്? കർണാടകയാണ്. 2-ാം സ്ഥാനം തമിഴ്നാട്, 3-ാം സ്ഥാനം കേരളം. ഒരു ദിവസം 13,326 ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭ നടത്തി ലോക റെക്കോർഡ് നേടിയ സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഒരു ദിവസം 13,326 ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭ നടത്തി ലോക റെക്കോർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ബലാത്സംഗത്തിന് വധശിക്ഷ ശുപാർശ ചെയ്യുന്ന പ്രത്യേക ബിൽ ബംഗാൾ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. ബലാത്സംഗത്തിന് വധശിക്ഷ ശുപാർശ ചെയ്യുന്ന പ്രത്യേക ബില്ല് നമ്മുടെ വെസ്റ്റ് ബംഗാൾ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കിൽ ഏറ്റവും കൂടുതൽ ബാലവേല തെലങ്കാനയിലാണ്. ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന എവിടെയാണ്? തെലങ്കാനയിൽ. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആണ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കിൽ. ബാലവേല ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? നമ്മുടെ കേരളമുണ്ട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ത്രിപുര, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അപ്പോൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ദേശീയ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്കിൽ ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്നത് തെലങ്കാനയിലാണ്. ഇനി ബാലവേല ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ കേരളമുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ട്, ദെൻ ഹിമാചൽ പ്രദേശ്, ത്രിപുര, ഒഡീഷ, പശ്ചിമ ബംഗാൾ. സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ കേരളം മാത്രമേ ഉള്ളൂ, വേറെ ഒരൊറ്റ സ്റ്റേറ്റ് ഇല്ല കേട്ടോ ബാലവേല ഇല്ലാത്ത സംസ്ഥാനങ്ങളുടെ ആ ഒരു കാറ്റഗറിയിൽ. അപ്പോൾ ഏതൊക്കെയാണ് ബാലവേല ഇല്ലാത്ത സംസ്ഥാനങ്ങളായിട്ട് മാറിയത്? കേരളം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ത്രിപുര, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ചൈനയെ പിന്തള്ളി ഇന്ത്യ 2-ാം സ്ഥാനത്ത്, അമേരിക്കയാണ് മുന്നിൽ. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം ഇന്ത്യ, 3-ാം സ്ഥാനം ചൈന. ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ കൂടി വരുന്നു. ഏതൊക്കെയാണ് 5 പുതിയ ജില്ലകൾ? ലഡാക്കിൽ നിലവിൽ വരുന്ന 5 പുതിയ ജില്ലകൾ സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. ഏതൊക്കെയാണ്? സൻസ്കാർ, ദ്രാസ്, നുബ്ര, ചാങ്താങ്, ഷാം. ഇതിൽ നമുക്ക് സൻസ്കാർ കേട്ടിട്ടുണ്ട്, ദ്രാസ് കേട്ടിട്ടുണ്ട്, നുബ്ര കേട്ടിട്ടുണ്ട് അല്ലേ? സൻസ്കാർ, ദ്രാസ്, നുബ്ര. പിന്നെ ഷാം, ചാങ്താങ്. ഇങ്ങനെ 5 പുതിയ ജില്ലകൾ കൂടി വന്നു. എവിടെയാണ്? ലഡാക്കിൽ. അടുത്തത് വ്യവസായ പാർക്ക് വരുന്ന 12 നഗരങ്ങൾ. ഖുർപ്രിയ ഉത്തരാഖണ്ഡ്, രാജ്പൂർ പട്യാല പഞ്ചാബ്, ദിഗി മഹാരാഷ്ട്ര. ആഗ്ര പ്രയാഗ്രാജ് യു പി, ഗയ ബീഹാർ, സഹീറാബാദ് തെലങ്കാന, ഓർവക്കൽ കൊപ്പർത്തി മധ്യപ്രദേശ്, ജോധ്പൂർ പാലി രാജസ്ഥാൻ, പാലക്കാട് കേരള. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം ഹരിയാനയിൽ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വ്യവസായ പാർക്ക് വരുന്ന നഗരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നും കൂടെ നോക്കിയുള്ളൂ. ഖുർപ്രിയ ഉത്തരാഖണ്ഡ്, രാജ്പൂർ പട്യാല പഞ്ചാബ്, ദിഗി മഹാരാഷ്ട്ര, ആഗ്ര പ്രയാഗ്രാജ് യു പി, ഗയ ബീഹാർ, സഹീറാബാദ് തെലങ്കാന, ഓർവക്കൽ കൊപ്പർത്തി മധ്യപ്രദേശ്, ജോധ്പൂർ പാലി രാജസ്ഥാൻ, കേരളത്തിൽ പാലക്കാടാണ് വ്യവസായ പാർക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഹരിയാനയിലും വരുന്നുണ്ട്, പക്ഷേ അവിടെ എന്താണ് ഇലക്ഷനൊക്കെ നടക്കുകയില്ലേ, അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ട്, അതുകൊണ്ട് ഹരിയാനയിൽ ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. ഗുരുത്വാകർഷണമില്ലാത്ത ഇടങ്ങളിൽ പഴയ ഈച്ചകൾക്ക് എന്ത് സംഭവിക്കും എന്ന പഠനം. ഇസ്രോ അടുത്ത വർഷം വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യ പേടകത്തിൽ സഞ്ചാരികൾക്കൊപ്പം ധാർവാഡ് കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള പഴയ ഈച്ചകളും ബഹിരാകാശത്തേക്ക്. ഈ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് മനുഷ്യരെ കൊണ്ടുപോകുന്ന പദ്ധതിയാണല്ലോ ബഹിരാകാശത്തേക്ക്. അപ്പോൾ അതിൽ പഴയ ഈച്ചയും കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറയുന്നത്. രാജ്യസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ നിന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അടക്കം 12 സ്ഥാനാർത്ഥികളും എതിരില്ലാതെ വിജയിച്ചു. കോൺഗ്രസിൽ നിന്ന് അഭിഷേക് സിംഗ്വി രാജ്യസഭയിൽ. അപ്പോൾ രാജ്യസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു മധ്യപ്രദേശിൽ നിന്ന്. അപ്പോൾ ജോർജ് കുര്യൻ അടക്കം 12 സ്ഥാനാർത്ഥികളും എതിരില്ലാതെ വിജയിച്ചു. അപ്പോൾ ജോർജ് കുര്യൻ എവിടെ നിന്നുള്ള രാജ്യസഭ എം പിയാണ്? മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭ എം പിയാണ്. കോൺഗ്രസിൽ നിന്ന് അഭിഷേക് സിംഗ്വി രാജ്യസഭയിൽ എത്തിച്ചേർന്നു. 2014 ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് 10 വയസ്സ്. 2014 ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് 10 വയസ്സായി കേട്ടോ. 2014 ജൻധൻ യോജന
ആരംഭിച്ചത്. മറ്റേ ഈ എന്താണ് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് അക്കൗണ്ട് കൊടുക്കുന്ന പരിപാടി, അതാണ് ജൻധൻ യോജന. അപ്പോൾ അതിന് 10 വയസ്സായി. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്ത നാഗേശ്വരൻ. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. NST ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസ്. NSTയുടെ ഡയറക്ടർ ആരാണ്? NST ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസ് ആണ്. CSF ഡയറക്ടർ ജനറൽ രജീന്ദർ സിംഗ് ഭട്ടി. BSF ഡയറക്ടർ ജനറൽ ദിൽജിത് സിംഗ് ചൗധരി. സതീഷ് കുമാർ റെയിൽവേ ബോർഡ് ചെയർമാൻ. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. NST ഡയറക്ടർ ജനറൽ ബി ശ്രീനിവാസ്. CISF ഡയറക്ടർ ജനറൽ രജീന്ദർ സിംഗ് ഭട്ടി. BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി. സതീഷ് കുമാർ റെയിൽവേ ബോർഡ് ചെയർമാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 4 നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നിർവഹിച്ച മഹാരാഷ്ട്രയിൽ 35 അടി ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ തകർന്നു വീണു. പോക്സോ കേസിലെ ഇരകളെ കോടതിയിൽ മൊഴി നൽകാനോ വിസ്താരം നടത്താനോ ആവർത്തിച്ച് വിളിച്ചു വരുത്തുന്നതും അനുവദനീയമല്ലെന്ന് സുപ്രീം കോടതി. ഓക്കെ, പോക്സോ കേസിലെ ഇരകളെയാണ് കേട്ടോ. പാകിസ്ഥാൻ യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടിട്ട് ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ഇടം പിടിച്ച റിട്ടയർ വ്യോമസേന ഉദ്യോഗസ്ഥൻ മുൻ എയർ മാർഷൽ DGCA ഉപദേഷ്ടാവുമായ ഡെൻസിൻ കീലർ അന്തരിച്ചു. 1978 കീർത്തിചക്ര ലഭിച്ചിട്ടുണ്ട്. അടുത്ത 21 വയസ്സുള്ള കല്യാൺ വോറ ക്വിക്ക് കൊമേഴ്സ് സ്ഥാപനമായ സെപ്റ്റോയുടെ സ്ഥാപകൻ, ഏറ്റവും പ്രായം കുറഞ്ഞ അതിസമ്പന്നൻ. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ അതിസമ്പന്നൻ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കല്യാൺ വോറ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 21 വയസ്സാണുള്ളത്. ക്വിക്ക് കൊമേഴ്സ് സ്ഥാപനമായ സെപ്റ്റോയുടെ സ്ഥാപകനാണ് കല്യാൺ വോറ. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ വിറ്റ്നസ്, റോത്തക്കിലെ ഗുസ്തി കഥകൾ മുതൽ ജന്തർ മന്ദറിലെ പോരാട്ടം വരെ. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ എന്താണ്? വിറ്റ്നസ് ആണ്. വിറ്റ്നസ് എന്തായാലും എഴുതിയേക്കുന്നത് റോത്തക്കിലെ ഗുസ്തി കഥകൾ മുതൽ ജന്തർ മന്ദറിലെ പോരാട്ടം വരെ. നിയമ ഭരണഘടനാ വിദഗ്ധൻ, രാഷ്ട്രീയ നിരൂപകൻ, എഴുത്തുകാരൻ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനി അന്തരിച്ചു. ദ കാശ്മീർ ക്വസ്റ്റ്യൻ, ട്രയൽ ഓഫ് ഭഗത് സിംഗ് തുടങ്ങിയ പ്രസിദ്ധ കൃതികളുടെ രചയിതാവാണ്. അപ്പോൾ അബ്ദുൾ ഗഫൂർ മജീദ് നൂറാനി എന്ന് പറയുന്ന വ്യക്തിയുടെ 2 പ്രധാനപ്പെട്ട കൃതികളാണ് ദ കാശ്മീർ ക്വസ്റ്റ്യൻ, ദ കാശ്മീർ ക്വസ്റ്റ്യൻ, പിന്നെ ട്രയൽ ഓഫ് ഭഗത് സിംഗ്. അദ്ദേഹം ആരായിരുന്നു? ഒരു രാഷ്ട്രീയ നിരൂപകനാണ്, എഴുത്തുകാരനാണ്, നിയമ ഭരണഘടനാ വിദഗ്ധനാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട നെയ്യാറ്റിൻകര വെടിവെപ്പിന് 1938 ഓഗസ്റ്റ് 31 86 വയസ്സ്. UN ജനറൽ അസംബ്ലിയുടെ 79ാമത് ഭാവി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. UN ജനറൽ അസംബ്ലിയുടെ 79ാമത് ഭാവി ഉച്ചകോടി, ഒരു ഭാവി ഉച്ചകോടി, ഫ്യൂച്ചർ സമ്മിറ്റ് അല്ലേ, ആ ഭാവി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ വെച്ചിട്ടായിരുന്നു UN ജനറൽ അസംബ്ലിയുടെ 79ാമത് ഭാവി ഉച്ചകോടി നടന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വനിതാ ശിശു വികസന വകുപ്പ് പോഷകാഹാരക്കുറവുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടി പോഷൻ മാ. പോഷകാഹാരക്കുറവുകളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പരിപാടി ആരുടെ നിർദ്ദേശപ്രകാരം? കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഏതാണ്? പോഷൻ മാ. സുപ്രീം കോടതി 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി നീതിയും ജനാധിപത്യവും അടയാളപ്പെടുത്തിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രകാശനം ചെയ്തു. അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നീതിയും ജനാധിപത്യവും അടയാളപ്പെടുത്തിയ ഒരു പതാക ഉണ്ടല്ലോ, ആ പതാകയും അതിൻ്റെ ചിഹ്നവും രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രകാശനം ചെയ്തു. പതാകയിൽ അശോക ചക്രവും സുപ്രീം കോടതി കെട്ടിടവും ഭരണഘടനയും ആലോകനം ചെയ്തിരിക്കുന്നു. ഏതാണ്? സുപ്രീം കോടതി പുതുതായിട്ട് ഇറക്കിയ പതാകയിൽ എന്തൊക്കെ ഉണ്ട്? അശോക ചക്രമുണ്ട്, സുപ്രീം കോടതി കെട്ടിടമുണ്ട്, പിന്നെ ഭരണഘടനയും. ഏപ്രിൽ മുതൽ ജൂൺ വരെ ആഭ്യന്തര മൊത്തം ഉൽപ്പാദനത്തിലെ വളർച്ച 6.7% താഴ്ന്നു. എന്നിരുന്നാലും വളർച്ചാ നിരക്കിൽ ഇന്ത്യ മുന്നിൽ തന്നെ. ആഭ്യന്തര മൊത്തം ഉൽപ്പാദനത്തിലെ വളർച്ച 6.7%, എന്നാലും ഇന്ത്യ മുന്നിൽ തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയമ കമ്മീഷൻ്റെ കാലാവധി തീരുന്നു. പ്രധാന ദൗത്യങ്ങളിലൊന്നായ ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പൂർത്തിയായില്ല. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പൂർത്തിയായില്ല. നിയമ കമ്മീഷൻ കാലാവധി കഴിഞ്ഞു. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോയിങ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക്. സെപ്റ്റംബർ 6 സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിടുമെന്ന് നാസ അറിയിച്ചു. സെപ്റ്റംബർ 6 സ്റ്റാർലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിടുമെന്ന് നാസ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മുസ്ലിം സാമാജികർക്ക് വെള്ളിയാഴ്ച നമസ്കാരത്തിനുള്ള 2 മണിക്കൂർ ഇടവേള ഒഴിവാക്കി അസം നിയമസഭ.
ഗുജറാത്തിലെ കച്ച് തീരത്തും പാകിസ്ഥാന്റെ സമീപ പ്രദേശങ്ങളിലും അസ്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിലും പിന്നെ പാകിസ്ഥാന്റെ സമീപ പ്രദേശങ്ങളിലും രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് അസ്ന. ഏത് മാസം? ഇത് നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ. കാലാവസ്ഥ അംഗീകരിക്കപ്പെടുകയോ പ്രശംസിക്കപ്പെടുകയോ ചെയ്യേണ്ടത് എന്നർത്ഥമുള്ള അസ്ന എന്ന പേര് നൽകിയത് പാകിസ്ഥാനാണ്. അസ്ന എന്ന് ആ ചുഴലിക്കാറ്റിന് അസ്ന എന്നുള്ള ആ പേര് നൽകിയത് ആരാണ്? പാകിസ്ഥാനാണ്. ബഹിരാകാശ നിലയത്തിൽ പൂന്തോട്ടം സൃഷ്ടിച്ച് സുനിത വില്യംസ്. ഫെബ്രുവരിയിൽ മടക്കയാത്ര സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗണിൽ. ബഹിരാകാശ നിലയത്തിൽ ഒരു പൂന്തോട്ടം തന്നെ സൃഷ്ടിച്ചു ആര്? സുനിത വില്യംസ്. ഫെബ്രുവരിയിൽ അവർ മടങ്ങി വരും എന്നാണ് പറയുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 7%. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്രയാണ്? 7%. ആരാ പറഞ്ഞേക്കുന്നത്? ലോകബാങ്കാണ് പറഞ്ഞേക്കുന്നത്. മോദി സിംഗപ്പൂരിൽ നിക്ഷേപം 90,000 കോടിയാക്കി. വൻ കമ്പനി CLI. മോദി സിംഗപ്പൂരിൽ നിക്ഷേപം 90,000 കോടിയാക്കി. വൻ കമ്പനി CLI. ആസിയാൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുഖ്യ വ്യാപാര പങ്കാളി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്. സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രി ലോറൻസ് വോങ്. ആസിയാൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുഖ്യ വ്യാപാര പങ്കാളിയാണ് സിംഗപ്പൂർ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ കമാൻഡറുടെ ചുമതല ഏറ്റെടുത്ത് സുനിത വില്യംസ്. UN ആസ്ഥാനത്ത് പാലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി. UN ആസ്ഥാനത്ത് പാലസ്തീൻ്റെ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി. ഏഷ്യ പവർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യക്ക് 3-ാം സ്ഥാനം. പിന്തള്ളിയത് ജപ്പാനെ. ഏഷ്യയിൽ കൂടുതൽ സ്വാധീനമുള്ള 1-ാം രാജ്യം അമേരിക്കയും 2-ാം രാജ്യം ചൈനയും. ഉഭയകക്ഷി സന്ദർശനത്തിനായി ബ്രൂണയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി. പാകിസ്ഥാൻ യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ട് ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ ഇടം പിടിച്ച റിട്ടയർ വ്യോമസേന ഉദ്യോഗസ്ഥൻ മുൻ എയർ മാർഷൽ DGCA ഉപദേഷ്ടാവുമായ ഡെൻസിൻ കീലർ അന്തരിച്ചു. 78-ൽ കീർത്തിചക്രം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണിത്. വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യ ഒരു സ്ഥാനം കൂടി മുന്നോട്ട്. 9-ാം സ്ഥാനത്ത്. ഇന്ത്യ 9-ാം സ്ഥാനത്താണ് സ്വർണ്ണ ശേഖരത്തിൽ. വിദേശ നാണയ കരുതൽ ശേഖരത്തിൻ്റെ ഭാഗമായുള്ള സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യക്ക് 9-ാം സ്ഥാനം. 846 ടൺ സ്വർണ്ണ ശേഖരമുള്ള ജപ്പാന് പിന്നിൽ 10-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഇതുവരെ. ഇന്ത്യയുടെ കരുതൽ ശേഖരം 846 ടൺ കവിഞ്ഞു. മത്സ്യത്തൊഴിലാളി സുരക്ഷയും കടലിലൂടെയുള്ള കടന്നുകയറ്റവും തടയുന്നതിൽ ലക്ഷ്യമിട്ട് 1,00,000 ബോട്ടുകളിൽ ഉപഗ്രഹ വാർത്താവിനിമയ എക്സ്പോണ്ടർ സംവിധാനം. 6 മാസം കൊണ്ട് ക്ഷയരോഗം മുക്തമാക്കുന്ന BPAM ചികിത്സാ രീതിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകി. ബെഡാക്യുലിൻ, പ്രിറ്റോമാനിഡ്, ലൈൻസോളിഡ്, മോക്സിഫ്ലാക്സാസിൻ എന്നീ 4 മരുന്ന് സംയുക്തങ്ങൾ അടങ്ങുന്ന ചികിത്സാരീതി. ഇപ്പോൾ നിലവിലുള്ളത് 20 മാസം കൊണ്ട് രോഗമുക്തമാകുന്ന MTR ചികിത്സാരീതി. ബോയിങ് സ്റ്റാർലൈനറിൽ ഉപയോഗിച്ച സ്പേസ് സൂട്ട് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ പേടകത്തിലെ സംവിധാനങ്ങളുമായി ഒത്തുപോകില്ല. ഫെബ്രുവരിയിൽ തിരികെ വരാൻ സജ്ജരായി സുനിത വില്യംസും ബൂച്ച് വിൽമോറും. ഇന്ത്യ സന്ദർശനം നടത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന മാലദ്വീപിലെ 2 സഹമന്ത്രിമാർ രാജിവെച്ചു. ആരൊക്കെയാണ് അവർ? മൽഷ ഷെരീഫും മറിയം ഷിയുനെയും. ചന്ദ്രയാൻ 4 2104 കോടി രൂപയുടെ ദൗത്യം. ചന്ദ്രനിൽ ഇറങ്ങുകയും സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് മടങ്ങുക കൂടിയാണ് ദൗത്യത്തിൻ്റെ ഭാഗം. ശുക്രനിലേക്കുള്ള ഓർബിറ്റർ ദൗത്യം 2028-ൽ. ഇന്ത്യൻ ബഹിരാകാശ നിലയം ആദ്യ വിക്ഷേപണം 2028-ൽ. 2035-ൽ യാഥാർത്ഥ്യമാകും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ചന്ദ്രയാൻ 4 എന്നാ വിക്ഷേപിക്കുന്നത്? അടുത്ത വർഷം അല്ലല്ലോ. ചന്ദ്രയാൻ 4 2104 കോടി രൂപയുടെ ദൗത്യമാണ്. ചന്ദ്രനിൽ ഇറങ്ങുക, അവിടുന്ന് സാമ്പിൾ ശേഖരിക്കും, മണ്ണ് ശേഖരിച്ച് ഭൂമിയിലേക്ക് മടങ്ങും. ഇതാണ് ദൗത്യം. ഇനി ശുക്രനിലേക്കുള്ള ഓർബിറ്റർ ദൗത്യമാണ് 2028. 2028-ൽ ശുക്രനിലേക്കുള്ള ഓർബിറ്റർ ദൗത്യം. ഇന്ത്യൻ ബഹിരാകാശ നിലയം ആദ്യ വിക്ഷേപണം 2028. 2028-ൽ തന്നെ ഇന്ത്യക്കായിട്ടൊരു ബഹിരാകാശ നിലയം വിക്ഷേപിക്കുന്നു. 2035-ൽ അത് യാഥാർത്ഥ്യമാകും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിട്ട ഇന്ത്യൻ ബഹിരാകാശ നിലയം വിക്ഷേപിക്കുന്നത്. രാജ്യത്ത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് ഒറ്റ തെരഞ്ഞെടുപ്പിന് കേന്ദ്ര അംഗീകാരം. 15 ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമപരിഷ്കാരങ്ങൾ വേണം.
നയം നടപ്പാക്കാൻ പ്രത്യേക സമിതി. ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനം. ഒറ്റ തിരിച്ചറിയൽ കാർഡും ഒരു വോട്ടർ പട്ടികയും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി മാർച്ചിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെജ്രിവാളിന്റെ 2ാം രാജി. മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു. ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും ഡൽഹിയുടെ തന്നെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമായി എത്തുന്നു അതിഷി. രാജ്യത്തെ 17ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. പുതിയ പാമ്പൻ പാലം ഒക്ടോബർ 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതോടെ പഴയ പാലം പൊളിച്ചു നീക്കി മറ്റൊരിടത്ത് സ്മാരകമായി സ്ഥാപിക്കും. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന NPS വാത്സല്യ പദ്ധതിക്ക് നാളെ തുറക്കാം. ഓൺലൈൻ പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഭാസ്കർ എന്ന പേരിൽ പുതിയ പോർട്ടൽ ആരംഭിച്ചു. അപ്പോൾ സ്റ്റാർട്ടപ്പ് മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ പോർട്ടലാണ് ഭാസ്കർ. 76ാമത് എമ്മി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ഡ്രാമ സീരീസായ ഷോഗൺ ആകെ 18 പുരസ്കാരങ്ങൾ നേടി. മികച്ച ഡ്രാമ സീരീസ് ഏതാണ്? ഷോഗൺ. മൊത്തം 18 പുരസ്കാരങ്ങൾ നേടി. മികച്ച സംവിധായകനും നടനും അടക്കം 4 എമ്മി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി അമേരിക്കൻ കോമഡി ഡ്രാമ സീരീസ് ദ ബയർ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ സ്റ്റോറൻ. മികച്ച നടി ജെറീമി അലൻ വൈറ്റ്. മികച്ച നടി ജീൻ സ്മാർട്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അപ്പ് കൊമേഡിയൻ വിതാസ് എമ്മി അവാർഡ് അവതാരകനാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. കഴിഞ്ഞ എമ്മി അവാർഡ് വേദിയിൽ മികച്ച കൊമേഡിയൻ നടനുള്ള പുരസ്കാരം സ്വീകരിച്ചിരുന്നു. സോളാർ, കാറ്റ് അടക്കമുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയയിലൂടെ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഗ്രീൻ ഹൈഡ്രജൻ. കേരളത്തിൻ്റെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാകാൻ ഒരുങ്ങി കൊച്ചി. ഡൽഹിയിൽ നടന്ന രാജ്യാന്തര ഗ്രീൻ ഹൈഡ്രജൻ സമ്മേളനത്തിൽ അനാർട്ടിൻ്റെ ചുമതലയോടെ കൊച്ചിയെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കുന്ന ദർശനരേഖ പുറത്തിറക്കി. രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ സെപ്റ്റംബർ 16-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗുജറാത്തിലെ ഭുജിൽ നിന്നും അഹമ്മദാബാദിലേക്കാണ് ആദ്യ വന്ദേ മെട്രോ സർവീസ്. മേഘങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്നതിന് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിക്കൽ ക്ലൗഡ് ചേംബർ സ്ഥാപിക്കുമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം അറിയിച്ചു. ക്ലൗഡ് ചേംബർ എവിടെയാണ് സ്ഥാപിക്കുന്നത്? മേഘങ്ങൾക്കുള്ളിലെ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിൽ. കൃത്രിമമായി മഴ പെയ്ക്കുന്നത് പോലെ തന്നെ കനത്ത മഴയെ തടഞ്ഞു നിർത്തുന്ന സാങ്കേതികവിദ്യ. 2024 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. മികച്ച ചിത്രം ആട്ടം. മികച്ച നടി ശിവദ. ആട്ടം എന്ന് പറഞ്ഞ ഫിലിമിൽ തന്നെയാണ്. സരിൻ ഷിഹാബ് ജവാനും മുല്ലപ്പൂവും. മികച്ച നടൻ ബിജു മേനോൻ ഗരുഡൻ. വിജയരാഘവൻ പൂക്കാലം. മികച്ച സംവിധായകൻ ആനന്ദി അഗർഷി ആട്ടം. മികച്ച 2ാമത്തെ സിനിമ തടവ്. 2024 സത്യജിത്ത് ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മ. രാജാജി രാഖതി ബയോസ്ഫിയർ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ ആണ്. അപ്പോൾ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? രാജാജി രാഖതി. 74ാം പിറന്നാൾ ആഘോഷിച്ച് നരേന്ദ്രമോദി. വനിതകൾക്ക് 5 വർഷത്തേക്ക് 1.5 ലക്ഷം രൂപ നൽകുന്ന സുഭദ്ര യോജന പദ്ധതികൾ പ്രഖ്യാപിക്കും. 1950 സെപ്റ്റംബർ 17-ന് ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വാഡ്നഗറിൽ ജനനം. വന്ദേ മെട്രോ ട്രെയിനിൻ്റെ പേര് മാറ്റി നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ. ഗുജറാത്തിലെ ഭുജിൽ നിന്ന് അഹമ്മദാബാദ്. അപ്പോൾ വന്ദേ മെട്രോ ട്രെയിനിൻ്റെ പേരെന്താ ഇപ്പം മാറ്റിയത്? നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ. എന്താണ്? നമോ ഭാരത് റാപ്പിഡ് ട്രെയിൻ. ഒരേ സമയം ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ഓസ്കാർ എൻട്രി ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ എസ് ലൈഫ്. വിദേശകാര്യ മന്ത്രാലയത്തിനുള്ള പാർലമെന്ററി സ്ഥിരം സമിതിയുടെ അധ്യക്ഷ പദവി ശശി തരൂരിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുള്ള സമിതിയെ നയിക്കും. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺ സിംഗ് ചന്നി കൃഷി മന്ത്രാലയത്തിന് വേണ്ടിയുള്ള സ്ഥിരം സമിതിയുടെയും സപ്തഗിരി ശങ്കർ ഉലഗയെ ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ സ്ഥിരം സമിതിയുടെയും അധ്യക്ഷരാക്കും. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിനുള്ള പാർലമെന്ററി സ്ഥിരം സമിതിയുടെ അധ്യക്ഷ പദവി ആർക്കാണ്? ശശി തരൂർ. വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ ശശി തരൂർ. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായ ദിഗ്വിജയ് സിംഗ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുള്ള സമിതിയെ നയിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയ സമിതിയെ നയിക്കുന്നത് ദിഗ്വിജയ് സിംഗ്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയാണ് ചരൺ സിംഗ് ചന്നി. അത് കൃഷി മന്ത്രാലയത്തിന് വേണ്ടിയുള്ള സ്ഥിര സമിതിയുടെ അധ്യക്ഷനായിരിക്കും. സപ്തഗിരി ശങ്കർ ഉലഗയെ ഗ്രാമവികസന മന്ത്രാലയത്തിലുള്ള സ്ഥിര സമിതിയുടെ അധ്യക്ഷനാക്കും. മോണസൈറ്റ് ഉൾപ്പെടെയുള്ള റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ ഖനനത്തിന് കന്യാകുമാരിയിൽ ആണവ ധാതു ഖനി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. കിളിയൂർ താലൂക്കിന് കീഴിലെ 5 ഗ്രാമങ്ങളടക്കം 8 ഗ്രാമങ്ങളിലായി
144 ഹെക്ടറിലാണ് ഖനനത്തിന്. ഡൽഹി മുഖ്യമന്ത്രി അതിഷി. ത്രിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ലെത്തി. എയർ മാർഷൽ അമർ സിംഗ് അടുത്ത വ്യോമസേനാ മേധാവിയായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത വ്യോമസേനാ മേധാവി എയർ മാർഷൽ അമർ സിംഗ്. നിലവിൽ വ്യോമസേന ഉപമേധാവിയാണ്. ഈ മാസം 30 എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൗധരി വിരമിക്കും. അന്ന് ഉച്ചയ്ക്ക് ശേഷം അമർപ്രീത് സിംഗ് ചുമതലയേക്കും. 16 വയസ്സിൽ താഴെയുള്ളവരുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ച പുതിയ ഫീച്ചറാണ് ടീൻ അക്കൗണ്ട്സ്. 2023 കർണാടക ഹൈക്കോടതിയിലും 2024 സുപ്രീം കോടതിയിലും ആംഗ്യഭാഷ അറിയുന്ന സഹപ്രവർത്തകരുടെ സഹായത്തോടെ കേസ് വാദിച്ചത് കോട്ടയംകാരി സാറ സണ്ണിയാണ് കേട്ടോ. നമ്മൾ ആ കേരളത്തിൻ്റെ ഇത് പഠിച്ചപ്പോൾ സാറ സണ്ണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഡ് ക്യാൻസർ മൂൺഷോട്ട് ഇൻഡോ പസഫിക് മേഖലയിലെ സർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പങ്കാളിത്തം. മൈത്രി സമുദ്ര പരിശീലനത്തിന് സംരംഭം. സമുദ്ര സുരക്ഷയ്ക്ക് 2025 കോഡ് അറ്റ് സീ സമുദ്ര നിരീക്ഷണം. പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കോഡ് പദ്ധതി. കോഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. US പ്രസിഡന്റ് ജോ ബൈഡൻ. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ. അപ്പോൾ കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഏതൊക്കെ ആൾക്കാരാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നെ ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. US പ്രസിഡന്റ് ജോ ബൈഡൻ. ജപ്പാന്റെ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ. ലാപത ലേഡീസ് 2025 ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. ലാപത ലേഡീസ്. ഉപഗ്രഹം വഴി കാട്ടുതീ നിയന്ത്രണ പ്രവർത്തനം ആരംഭിച്ചു. ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ വികസിപ്പിച്ചെടുത്ത EOS-08 ഉപഗ്രഹത്തിലെ പഠനോപകരണം ചൂണ്ടിയ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് ഉടനടി ഇടപെടാൻ സഹായിക്കും. 150 വർഷം പഴക്കമുള്ള കൊൽക്കത്തയിലെ ട്രാം സർവീസ് നിർത്തലാക്കാൻ തീരുമാനിച്ച ബംഗാൾ സർക്കാർ. ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം 23-24 വിളവർഷത്തിൽ 33.2 കോടി ടൺ എന്ന റെക്കോർഡിലെത്തി. ഗോതമ്പ് അരി ഉൽപ്പാദനത്തിൽ വൻ കുതിപ്പ്. പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, കരിമ്പ്, പരുത്തി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ്. ഇന്ത്യയിലെ ഒരു സ്ഥലത്തെയും പാകിസ്ഥാൻ എന്ന് വിളിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരാണെന്നും സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. സൂപ്പർ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിപ്പിച്ച 3 പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. പൂനെ, ഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ വിന്യസിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ ഗവേഷണത്തിനായി വികസിപ്പിച്ച അർക്ക അരുണിമ ഹൈ പെർഫോമിംഗ് കമ്പ്യൂട്ടിംഗ് സംവിധാനവും മോദി ഉദ്ഘാടനം ചെയ്യും. സോലാപൂർ വിമാനത്താവളം മഹാരാഷ്ട്രയിലാണ്. സോലാപൂർ, മഹാരാഷ്ട്ര. കാലാവസ്ഥ നിരീക്ഷിക്കാൻ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് 2 സൂപ്പർ കമ്പ്യൂട്ടറുകൾ. ചുഴലിക്കാറ്റ്, മേഘവിസ്ഫോടനം തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥയെ മുൻകൂട്ടി പ്രവചിക്കാൻ പ്രാപ്തമായ അർക്ക അരുണിക. ഓസ്കാർ വേദിയിൽ ബ്രിട്ടന്റെ ഫീച്ചർ ഫിലിം എൻട്രിയായി ബ്രിട്ടീഷ് ഇന്ത്യൻ സംവിധായിക സന്ധ്യ സൂര്യയുടെ സന്തോഷ് എന്ന ഹിന്ദി ചിത്രം. സിനിമാ സംവിധായകൻ എഴുത്തുകാരിയുമായ മധുര പണ്ഡിറ്റ് അന്തരിച്ചു. ഏറ്റവും പ്രായം കൂടിയ നവാഗത ഫീച്ചർ ഫിലിം സംവിധായകയായി. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. സംഗീത് മാർത്താൻ ജസ്രാജ്, തുജ ആശീർവാദ്, പി ശാന്താറാം, മാൻ ഹു ചേഞ്ച്ഡ് ഇന്ത്യൻ സിനിമ എന്നിവയാണ് പ്രധാന കൃതികൾ. അപ്പോൾ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അതിൽ മധുര പണ്ഡിറ്റിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? സംഗീത് മാർത്താൻ ജസ്രാജ്, തുജ ആശീർവാദ്, പി ശാന്താറാം, ദ മാൻ ഹു ചേഞ്ച്ഡ് ഇന്ത്യൻ സിനിമ എന്നിവയാണ് പ്രധാന സൃഷ്ടികൾ. സിയാച്ചിൻ മഞ്ഞുമലയിൽ ലോകത്തെ ഏറ്റവും ഉയരം സ്ഥിതി ചെയ്യുന്ന മിലിറ്ററി ക്യാമ്പ് സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സിയാച്ചിൻ സന്ദർശിക്കുന്ന 3ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP ശ്രേയസ് കുമാറിനെ തെരഞ്ഞെടുത്തു. ഗുജറാത്തിലെ ആനന്ദ് സർവകലാശാലയിൽ നിന്നുള്ള നെല്ലിന ഗുർജാരി. സവിശേഷത: കുറഞ്ഞ രാസവള ആവശ്യകതയും ഓല, കരച്ചിൽ, പ്ലാസ്റ്റ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് അതിജീവനവും. ഓല കരിച്ചിലായിരിക്കും. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ്. മദർ മേരി കംസ് ടു മീ, അരുന്ധതി റോയ്. 2024 മിസ് യൂണിവേഴ്സ് ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിൻഹ. 2024 മിസ് യൂണിവേഴ്സ്. ഗാർഹിക പീഡന നിയമം മത സാമൂഹിക വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന് വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി. 2024 സെപ്റ്റംബറിൽ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ഉദയനിധി സ്റ്റാലിൻ. ഇത്രയായപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള കറണ്ട് തീർന്നിരിക്കുകയാണ് കേട്ടോ.